സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മൈൻഡ് യുവർ വേർഡ്സ്. മാന്യമായി സംസാരിക്കുക, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. മലയാളത്തിലും നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ മാന്യമായി സംസാരിക്കുക. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മൈൻഡ് യുവർ വേർഡ്സ് when speaking to elders. മൈൻഡ് യുവർ വേർഡ്സിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന ചില പ്രയോഗങ്ങൾ കൂടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൈൻഡ് യുവർ വേർഡ്സ് അതുപോലെ തന്നെയുള്ള പ്രയോഗങ്ങളാണ് വാച്ച് യുവർ വേർഡ്സ്, മൈൻഡ് യുവർ ലാംഗ്വേജ്, വാച്ച് യുവർ ലാംഗ്വേജ്, മൈൻഡ് യുവർ ടങ്, വാച്ച് യുവർ ടങ്. ഒരു പക്ഷേ ചിലർക്ക് തോന്നിയേക്കാം, എന്തിനാണ് ഇതെല്ലാം പഠിക്കുന്നത്? മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പഠിച്ചാൽ പോരെ? സംസാരിക്കുമ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറയുന്നത് പോലെയല്ല വേറൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ. അതറിയുന്ന ആളുകൾ പല രീതിയിൽ ഉപയോഗിക്കും. അപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കുക എന്നത് നല്ലതാണ്. ഇതിനെല്ലാത്തിനും ഒരേ അർത്ഥം തന്നെയാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കൂ, അല്ലെങ്കിൽ മാന്യമായി സംസാരിക്കൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.